വായിലെ ക്യാൻസർ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? വായിൽ ക്യാൻസർ വരുന്നതിന് മുന്നോടിയായി വരുന്ന ചില രോഗാവസ്ഥകളുണ്ട്. ഇതിനെ പ്രീ ക്യാൻസറസ് ലീഷൻ അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ എന്നൊക്കെ പറയാം. ഒന്നാമതായി ലൂക്കോപ്ലേക്കിയ. വെളുത്ത പാടകൾ പോലെയാണ് ഇവ കാണപ്പെടുന്നത്. ഇവ നമ്മൾ നീക്കം ചെയ്യാൻ നോക്കിയാലും കഴിയില്ല. ആ പാടകളുടെ അടിയിൽ തടിപ്പോ വ്രണമോ മുറിവുകളോ എന്തെങ്കിലും ഉണ്ടായാൽ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അടുത്തതായി ചുവന്ന നിറത്തിൽ തടിപ്പോട് കൂടിയോ അല്ലാതെയോ കാണുന്ന എറിത്രോപ്ലേക്കിയ. ആദ്യത്തതിനേക്കാളും ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഇതിന് കൂടുതലാണ്. മൂന്നാമതായി നമ്മുടെ സോഫ്റ്റായ ഓറൽ മ്യൂക്കോസയുടെ അകവശത്തായി തടിപ്പുള്ള ബാൻഡ് പോലെ രൂപപ്പെടും. ഓറൽ സബ് മ്യൂക്കോസൽ ഫൈബ്രോസിസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വിരലുകൾ ഉപയോഗിച്ച് ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇത് വന്നു കഴിഞ്ഞാൽ നാക്ക് നീട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകാം, വായ തുറക്കാൻ പറ്റാതാകാം, എരിവ് കഴിച്ചാൽ നീറ്റൽ പോലെ ഉണ്ടാകും. ക്യാൻസർ വന്നാൽ ഇവ ഒന്നുകിൽ 3 ആഴ്ചയിൽ കൂടുതൽ ഉണങ്ങാതെ നിൽക്കുന്ന അൾസറായോ തടിപ്പുകളായോ ഒക്കെ കാണപ്പെടാം. വായിൽ നിന്ന് അമിതമായ രക്തസ്രാവം, ഇളകുന്ന പല്ലുകൾ, താടിയെല്ലിന് വേദന, ഭക്ഷണം ഇറക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് ഇവയൊക്കെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാകാം. ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ, ബയോപ്സിയാണ് ഇമ്പോർട്ടൻ്റ് ആയ ഓറൽ ക്യാൻസറിൻ്റെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്. കൂടാതെ CT, MRI, PET സ്കാൻ എല്ലാം ചെയ്യാം. ക്യാൻസറിൻ്റെ സ്റ്റേജിംഗ് അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. തുടക്കത്തിൽ ചിലപ്പോൾ സർജറി മാത്രം മതിയായേക്കും. പോകെ പോകെ റേഡിയേഷനും കീമോയും ആവശ്യമായി വന്നേക്കാം. റെഗുലറായി ഒരു 6 മന്ത്സോ 1 ഇയറോ കൂടുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കണ്ട് പ്രോപ്പർ ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യാൻ മറക്കരുതേ.